ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നു. പാക് പിന്തുണയുള്ള തീവ്രവാദത്തെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ചില രാജ്യങ്ങൾ തീവ്രവാദത്തെ അവരുടെ നയങ്ങളുടെ ഭാഗമാക്കി ഉപയോഗിക്കുന്നുവെന്നും തീവ്രവാദികൾക്ക് അഭയം നൽകുന്നുവെന്നും ഭാരതം നിലപാടറിയിച്ചു. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, പാകിസ്ഥാനെതിരെ പറ്റുന്ന ഇടങ്ങളിലൊക്കെ വരുന്ന അവസരങ്ങളൊക്കെ കൃത്യമായി ഉപയോഗിക്കുന്നുവോ കേന്ദ്രം? പഹൽഗാം ഭീകരാക്രമണവും ഇന്ത്യയുടെ തിരിച്ചടിയും ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലും ചർച്ചയാക്കിയിരിക്കുകയാണ് ഭാരതം. അതായത് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അവിടെ ഈ ഉച്ചകോടി അറ്റൻഡ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പാകിസ്ഥാനെ ആ യോഗത്തിൽ വെച്ച് കടന്നാക്രമിച്ചിട്ടുണ്ട് രാജ്നാഥ് സിംഗ്. അദ്ദേഹം പറയുന്നു, പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പഹൽഗാം ഭീകരാക്രമണത്തെ ചൂണ്ടിക്കാട്ടി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. പാക് പിന്തുണയുള്ള തീവ്രവാദത്തെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നും അദ്ദേഹം ആ ഉച്ചകോടിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ചില രാജ്യങ്ങൾ തീവ്രവാദത്തെ അവരുടെ നയങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കുന്നു എന്ന് പാകിസ്ഥാനെ നേരിട്ട് തന്നെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു. തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ അഭയം നൽകുന്നു. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഈ ഭീകരവാദത്തിനെതിരായ പ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു രാജ്നാഥ് സിംഗ്. അതായത് ഇന്ത്യയുടെ നിലപാട് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഉയർത്തിപ്പിടിക്കുകയാണ് രാജ്നാഥ് സിംഗ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചൈനയുടെ പ്രതിരോധ മന്ത്രിയുമായടക്കം രാജ്നാഥ് സിംഗ് ചർച്ചകൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ഉച്ചകോടിക്കിടെയും അദ്ദേഹം രാജ്യത്തിൻ്റെ നിലപാട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ശരി, വിവരങ്ങൾ നൽകിയത് എസ് ശ്രീകാന്താണ്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പാകിസ്ഥാനെ കടന്നാക്രമിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്.